അത് ഷാജി കൈലാസ് പടത്തിൽ അങ്ങനെ ഒരു ഷോട്ടിൽ അഭിനയിച്ചു. പിന്നെ അത് മോണിറ്ററിൽ കാണുമ്പോൾ ഒരു സുഖം. അഭിനയിക്കുന്നതിന് തൊട്ട് മുന്നേ ഷാജി കൈലാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ മറ്റേ നമ്മൾ മൂന്നാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബൊക്കെ വീണ് ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. ഗ്രേറ്റ് ഫാദറിൽ ഉള്ളൊരു സീക്വൻസ് ഉണ്ട്. ഈ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എന്താടാ ഡേവിഡ് നീ പോലീസിനെ പണിയെടുക്കാണ് നേട്ടുന്നത് പറഞ്ഞിട്ട് ആ ഡയലോഗ്. അപ്പം ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഇതിൽ എന്താടാ ഡേവിഡ് എന്നൊക്കെ എനിക്ക് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ചില സിനിമ സ്ക്രിപ്റ്റ് വായിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും വർക്കാവുന്ന പരിപാടിയല്ല സിനിമ മൊത്തത്തിൽ. എനിക്ക് ആദ്യ സമയത്തൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുക. നമ്മൾ അന്ന് വിചാരിക്കുന്ന വെച്ചാൽ ഇതിൽ കുറച്ചും കൂടെ സീനുകൾ ഉണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ആ ഒരു ഒറ്റ സിനിമയിൽ ആ ഡയലോഗ് കൊണ്ടാണ് എന്നെ ഇപ്പോഴും ഇത്രയും കാലം സിനിമയിൽ നിലനിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിന്നെ നീ കാളം കണ്ട കള്ളപ്പം നിന്റെ ഒറ്റ ഇതേ സ്പീഡിലാണ് ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി ഓഫ് സീക്വൻസിന്റെ തൊട്ട് മുന്നേ ഇതേപോലെ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ബാത്റൂം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഈ സെറ്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പേടി ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടോ? ഒരേ പേടി, ഇവരെപ്പോ പൈസ കംപ്ലീറ്റ് തരില്ലേ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ഓരോ സിനിമയ്ക്കും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇതൊരു വല്ലാത്ത ചോദ്യമായി. മഞ്ഞുമല്ലാണെങ്കിൽ 11 ആൾക്കാരിൽ ആരാണ് ഹീറോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അത് മൊത്തത്തിൽ കഥയാണ് ആക്ച്വലി ബേസിക്കലി അതിന്റെ ഒരു ഇത്. പിന്നെ ഈ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന പറഞ്ഞ് തിയേറ്ററിൽ ഭയങ്കര കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റപ്പും ആ ഒരു ഏരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ആ കുഴിയിലാരോ നമ്മളെ പരിചയമുണ്ടാരോ വീട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥയിലെത്തും. ദീപക് പറമ്പോലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ദീപക്. ദീപക് വരവിനായി കാത്തിരിക്കുകയാണല്ലേ? വരവിന്റെ വരവ് ഷായ് സാറിന്റെ കൂടെ ഒരു പടം ചെയ്യാന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് നടക്കായിരുന്നില്ല. വിളിച്ചപ്പോൾ ഒരു സന്തോഷം ഭയങ്കരമായിട്ട്. കാരണം നരസിംഹൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ ഡയലോഗുകൾ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും ഞാനും കൂടെ പോയി കണ്ട സിനിമയാണ്. അനിയനുണ്ടായിട്ടെന്ന് തോന്നുന്നു. അനിയൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ കണ്ട് സിനിമയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഡയലോഗുകളൊക്കെ അങ്ങനെ പഠിച്ച് അങ്ങനെ കുറച്ചു കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടി വിയിലേക്ക് വരുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ. നരസിംഹത്തിലെ ഏറ്റവും ഹോണ്ട് ചെയ്ത ഡയലോഗ് ഒരു പർട്ടിക്കുലർ സീൻ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇല്ല, എല്ലാ സീനും ഭയങ്കര രസമുള്ള സീനാണ്. ശരിക്കും ആ ഫസ്റ്റ് സീൻ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അത്രയും ദൂരത്തിന് ഡയലോഗ് പറഞ്ഞു വരുന്ന ആ സീക്വൻസ് തൊട്ടിട്ട് എല്ലാം അവസാനം വരെ എല്ലാ സീക്വൻസും ഭയങ്കര രസമുള്ള. അതായത് നമ്മള് ഇപ്പം കാണുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര വിശ്വസനീയമായിട്ട് ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ വിശ്വസനീയമായി നമ്മളെ കാണിച്ചു എന്നൊക്കെ പറയുന്ന എനിക്കൊരു സംഭവം ഉണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും മാസ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫീല് ഉറപ്പായിട്ടും കുറെ സീക്വൻസ് ഉണ്ട്. മറ്റേ പെങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ജീപ്പ് വന്നിട്ട് പറയുന്ന ഡയലോഗുകൾ അങ്ങനെയല്ല കുറെ. പിന്നെ ഈ നെഞ്ചത്ത് ട്രിഗർ ഒന്ന് വലിക്കടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കുറെ സീക്വൻസ് ഉണ്ട്. ഭയങ്കര എല്ലാം സിനിമ മൊത്തം ടോട്ടലി ഭയങ്കര രസമുള്ള സിനിമയാണ്. പിന്നെ പുള്ളിയുടെ ലുക്കും മുണ്ടും നടത്തും. നമ്മളിപ്പോൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടു വളരുന്ന കുറേ സിനിമകളുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ സിനിമകളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെറുപ്പത്തിൽ ഷാജി കൈലാസിൻ്റെ സിനിമകൾ കണ്ടു വളരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ഷാജി കൈലാസിൻ്റെ പടത്തിൻ്റെ ഒരു ഭാഗമാവുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രെയിമിൽ നമുക്ക് ദീപകിൻ്റെ ഒരു ഇതുപോലെ സ്ലോ മോഷൻ ഒരു മാസ് സീൻ വരവില് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുമോ? അല്ലെ, എനിക്ക് ആ പടത്തിൽ അഭിനയിച്ചപ്പം ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോട്ട് തന്നെ ആക്ച്വലി ഒരു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്ക് സീറ്റിലേക്ക് കൊട്ടി സ്ലോ മോഷനിൽ സിഗരറ്റ് എടുത്ത് വലിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പം അത് ഷാജി കൈലാസ് പടത്തിൽ അങ്ങനെ ഒരു ഷോട്ടിൽ അഭിനയിച്ചു. പിന്നെ അത് മോണിറ്ററിൽ കാണുമ്പോൾ ഒരു സുഖം. പക്ഷെ അത് ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഷാജി കൈലാസ് പടത്തിൽ ഞാൻ സ്ലോ മോഷനിൽ സിഗരറ്റ് വലിച്ചു എന്ന് പറയുന്ന ഒരു കാരണം നമ്മൾ പണ്ട് സിനിമ കാണുന്ന സമയത്ത് കുറെ മാസ് സീക്വൻസുകളൊക്കെ കാണുന്ന സമയത്ത് ആ മാസ് ഡയറക്ടർ അത് ലെജൻഡറി ആക്ടേഴ്സിനൊക്കെയാണ് ഡയറക്ട് ചെയ്തത്. പക്ഷെ പുള്ളിയുടെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് ചെയ്യാൻ പറ്റി
പിന്നെ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വേഷമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റിയൊരു സന്തോഷം, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സന്തോഷം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഷാജി കൈലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ധാരണ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ ലാലേട്ടൻ വരുന്ന ഷോട്ടൊക്കെ നമ്മളത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം റേറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, അപ്പം അത്തരത്തിലൊരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതുവരെ വർക്ക് ചെയ്ത ഒരുപാട് ഡയറക്ടർമാരുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ദീപക് ഇതുവരെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് അൺലേൺ ചെയ്ത ഒരു കാര്യം എന്താണ്, ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ദീപക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഷാജി കൈലാസിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസിനെ കുറിച്ച്, ആക്ഷൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ ദീപകിന് എന്താ ആക്ഷൻ സീക്വൻസിനെക്കാളും കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാറ് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രമേ അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ചില സിനിമയിലൊക്കെ നമ്മൾ അഭിനയിച്ച് ചില സീനൊക്കെ അഭിനയിച്ച് മടുക്കും. അത് അതായത് ഇതെന്താ തീരാത്ത, ക്യാമറ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, പിന്നെ അപ്പോൾ ബാക്കിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ഒരേ ആക്ടിവിറ്റി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പം അങ്ങനെ ഒരു ബോറടി സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം പുള്ളി കറക്കം പോലെ ഇവിടെ നോക്കി നടന്ന് അവിടെ പോയി ഡയലോഗ് കഴിഞ്ഞു. പിന്നെ അതിന്റെ വേറൊരു ഷോട്ട്, അങ്ങനെ ആവശ്യമുള്ള പരിപാടികൾ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സാറ് അതായത് കറക്റ്റ് ഷോട്ട് ഡിവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പോലെ നമ്മൾ പ്രോപ്പർ എഡിറ്റ് മനസ്സിലുള്ളതുകൊണ്ടും ഈ പറയുന്ന പോലെ അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ആക്ടേഴ്സിന് ഭയങ്കര സുഖമാണ്. കാരണം കറക്റ്റായിട്ട് ആ സമയത്ത് ചെയ്താൽ അത് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അതിൽ നന്നാവും ഇതിൽ നന്നായി ചെയ്താൽ അടിപൊളിയായിട്ട് കാണാം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളെത്രത്തോളം നന്നാക്കുന്നു അത് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീനിൽ കിട്ടും. പിന്നെ അതുപോലെ ഞാൻ സാറ് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഡയറക്ടർ ചില സിനിമകളിലൊക്കെ ഡയറക്ടറൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഏറ്റവും രാവിലെ എത്തുന്നത് ഷായി സാറാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസുള്ള, ഇത്രയും സിനിമ ചെയ്ത, ഇത്രയും കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ പറയുന്ന പോലെ ഭയങ്കര എക്സ്പീരിയൻസ് നമ്മൾ വന്നിട്ട് എടുത്ത് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലൊക്കെ വരാമല്ലോ. പക്ഷെ സാറ് ഭയങ്കര കൃത്യമായിട്ട് വന്നിട്ട് വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും. അല്ല ഞാൻ താമസിച്ചൊന്നുമല്ല, അങ്ങനെയല്ല ഞാൻ പറയാം. സാറ് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇല്ല, സാർ അങ്ങനെ ചൂടായിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ, അഭിനയിക്കുന്നതിന് തൊട്ട് മുന്നേ ഷാജി കൈലാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നമ്മള് മൂന്നാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് ഒക്കെ വീണ് ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് ഷോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്നത്. സാറ് സിഗരറ്റ് വലിയോ മദ്യപാനോ അല്ലെങ്കിൽ പറയുന്ന ഒരു ഷൂട്ടിന്റെ സമയത്ത് വെജിറ്റേറിയനാണ് പുള്ളി. അതായത് അത്രയും നമ്മൾ സിനിമയിലെ വേറൊരു രീതിയിൽ കാണുന്ന ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രയും ഭയങ്കര പങ്ക്ച്വൽ, അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു മാസ് ഷാജി കൈലാസ് ശരിക്കും റിയൽ ഷാജി കൈലാസ് ഇപ്പം ഋഷിന്റെ കുറെ, സാറിന്റെ മോൻ കുറെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വ്ളോഗില് ഇപ്പൊ കാണുമ്പോഴാണ് ശരിക്കും റിയൽ ഷാജി കൈലാസിന് കുറെയൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞുമ്മലിന് ശേഷം ദീപക് സെലക്ട് ചെയ്ത സിനിമകൾ, ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്കൊരു കരിയറിനൊരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾക്ക് പല ആക്ടേഴ്സും പല ഫാക്ടേഴ്സും വെക്കുമല്ലോ. അങ്ങനെ ദീപക് എന്തെങ്കിലും ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം, മഞ്ഞുമ്മലിന് ശേഷം? എനിക്ക് അങ്ങനെ സെലക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സിനിമകൾ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് എൻ്റെ എനിക്ക് എന്തോ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് ഒരുപാട് സിനിമ വന്നിട്ട് അതിൽ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത സിനിമകൾ ചെയ്യാന്നുള്ളത്. പക്ഷെ സർവൈവ് ചെയ്യാനുള്ള രീതിയിലുള്ള സിനിമകൾ എനിക്ക് കറക്റ്റായിട്ട് കൃത്യസമയത്ത് വന്നിട്ടുമുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ മഞ്ഞുമ്മൽ കഴിഞ്ഞിട്ട് ആണ് സർക്കിട്ട് എൻ്റെ കഥ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അത് കേട്ടിട്ട് അത് എനിക്കൊന്ന് അവിടുന്ന് 2-3 മാസം കഴിഞ്ഞാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ താമരയുടെ അടുത്ത് പറഞ്ഞിട്ടാ എനിക്ക് ഓക്കെയാണ്. ഇൻ കേസ് കുറച്ചുകൂടെ കഴിഞ്ഞ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേറെ ഒരു ആക്ടറിനെ വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നം വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ അങ്ങനെ അച്ഛൻ റോളുകൾ ചെയ്യാത്തോണ്ടായിരിക്കും അങ്ങനെ അല്ലല്ല, അങ്ങനെയൊന്നും എനിക്ക് അച്ഛൻ റോൾ അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കാൻ
പിന്നെ നല്ല കഥയിൽ നല്ല നല്ല സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ മെയിൻ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുള്ളൂ. ഒന്നിക്കലും നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ഇപ്പം ഷാഹിദ് സാറിൻ്റെ പടത്തിലേക്ക് അഭിനയിക്കുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ഉറപ്പായിട്ടും ഒരു ലീഡ് പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ അതെന്റെ ഒരു ആഗ്രഹം ഷാഹിദ് സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ എന്നുള്ളൊരു ആഗ്രഹം. അല്ല, ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സ് എല്ലാം ഈ ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിന് കൊടുക്കുമല്ലോ. ഷാജിദ് സാറിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്? ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാതെ ക്യാരക്ടർ ബ്രീഫ് ചെയ്യാൻ? എനിക്ക് ആക്ച്വലി ഷാഹിദ് സാർ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. അപ്പൊ എൻ്റെ അടുത്ത് അസോസിയേറ്റ് വിളിച്ചിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, സിനിമയുടെ കഥയും പറഞ്ഞു. അപ്പോൾ ആ ക്യാരക്ടറും ആ സിനിമയ്ക്ക് അത്യാവശ്യം ഉള്ള ക്യാരക്ടറാണ്. ആ സിനിമയ്ക്ക് ആ ക്യാരക്ടറിനെ ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പിന്നെ പൈസ എത്ര എന്ന് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ വേണ്ടിയിരുന്നത്. അത് ചോദിച്ചു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അല്ല, പൈസ ഇല്ലെങ്കിലും എന്തായാലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ വിളിച്ച് സംസാരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അത് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കിട്ടിലെ അച്ഛൻ്റെ റോള്, അതായത് ADHD ഉള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ് ആ അച്ഛൻ. എപ്പോഴും സിനിമയുടെ തുടക്കം മുതൽ ഏകദേശം പകുതിയോളം വരെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അപ്പം ഇതുവരെ ദീപക് ചെയ്ത റോളുകളിൽ നിന്ന്, അതായത് ചെയ്യാൻ കുറച്ച് ടഫായിട്ടുള്ള റോളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ എപ്പോഴും ദീപകിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അധികം ഷോ ഇല്ല, ബഹളങ്ങളൊന്നും ഇല്ല, വളരെ മിതത്വത്തോടെ ഡയലോഗ് പറയുന്നു. ഇമോഷൻസ് ആണെങ്കിലും വളരെ കൺട്രോൾഡ് ആയിട്ട് ഇമോഷൻസ് ഡെലിവർ ചെയ്യുന്നു. അപ്പം ഇതുപോലത്തെ ഒരു ഹെവി ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പം അങ്ങനെ ഒരു അച്ഛനെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ആ ഇമോഷൻ എങ്ങനെയാണെന്നുള്ളത്, അതും ഇതുപോലത്തെ ഒരു കുട്ടിയുടെ പ്രശ്നക്കാരനായ ഒരു കുട്ടിയുടെ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ. ഈ സിനിമ ചെയ്യുന്നതിന് മുന്നേ, ഈ സിനിമ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം എയർപോർട്ടിൽ ഞാൻ വരുന്ന സമയത്ത്, അത് ADHD അല്ല, അത് കുറച്ചുകൂടെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു അനിയത്തി കുട്ടി ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ ആ അമ്മയുടെ മുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര, നമ്മളിപ്പം അതിപ്പോ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയില്ല. ഞാനത് അവരെ ഫീൽ ചെയ്തപ്പോഴേ, അവരിങ്ങനെ നടന്നു വരുന്നു, കുട്ടി ഇരിക്കുന്നു, കുട്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, ആ ഏരിയയിൽ മൊത്തം ഉള്ള ആൾക്കാർ സൗണ്ട് നോക്കുന്നു. അപ്പൊ ഇവരുടെ ഒരു എക്സ്പ്രഷനും, പിന്നെ ഈ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് അവരിങ്ങനെ കയറി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇവർ എവിടെയായിരിക്കും ഇരിക്കുക, ആ കുട്ടീനെ എടുത്തിട്ടാണ് വരുന്നത്. കുറച്ച് പ്രായമുള്ള കുട്ടിയെ, പക്ഷെ എന്നാലും അവർ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ലൈഫ് ലോങ് ഈ പറയുന്ന പോലെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ഈ സിനിമ ചെയ്യുന്ന സമയത്തും ഈ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അവൻ ഭയങ്കര കിടൽ ആക്ടറാണ്. അപ്പോൾ അതിലവൻ ഭയങ്കര റിയൽ ആയിട്ടാണ് പെർഫോം ചെയ്തത്. അവൻ്റെ ഈ സൗണ്ട് ഉണ്ടാക്കലും ബഹളം ഉണ്ടാക്കലൊക്കെ സമയത്ത് അപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഈ കാറിനകത്ത് നിന്ന് അവൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇറിറ്റേറ്റഡ് ആവുക. അപ്പോൾ അത് ഒരു സിനിമയിൽ നമുക്ക് അഭിനയിച്ച് തീർത്തിട്ട് പോയാൽ മതി. റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ആ പടത്തിൽ ഇതേപോലെ കഥ പറയുന്ന സമയത്ത് തന്നെ ഈ ക്യാരക്ടർ, ഇതെന്താണ് ഈ പറയുന്ന പോലെ മൊത്തത്തിലൊരു പ്രോപ്പർ ഐഡിയ, ഇപ്പോൾ സിനിമ കാണുന്ന രീതിയിൽ തന്നെയാണ് താമര എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഇപ്പം എന്തായാലും സിനിമ അഭിനയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആ സിനിമ ഇറങ്ങി റിലീസായി, കുറെ ഫെസ്റ്റിവൽസിന് പോയി, കുറെ പേര് അഭിപ്രായം പറഞ്ഞു, കുറെ ഈ പറഞ്ഞ പോലെ സിനിമ ഭയങ്കര രസമുണ്ട്, പെർഫോം ചെയ്തതിന് രസമുണ്ട്, ഒരു സ്പേസ് എനിക്ക് കിട്ടിയപ്പോൾ ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം. ഇപ്പോൾ തിരക്കഥ വായിച്ചപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് ദീപകിൻ്റെ ക്യാരക്ടർ വളരെ ബ്രില്യൻ്റ്ലി റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ സെറ്റിലെത്തിയപ്പോൾ പെർഫോം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ തോന്നിയ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? അങ്ങനെ തോന്നിയിട്ടില്ല. ചില സിനിമകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ചില സിനിമ സ്ക്രിപ്റ്റ് വായിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും വർക്കാവുന്ന പരിപാടിയല്ല സിനിമ മൊത്തത്തിൽ. പക്ഷെ നമ്മളത് നമുക്ക് അന്നേരം ആരോടും ഒന്നും പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ അതിപ്പം ചിലപ്പോൾ അത് എൻ്റെ തെറ്റുകൊണ്ട് ചിലപ്പോൾ വർക്കാവാതിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയുടെ പ്രശ്നം കൊണ്ട് അങ്ങനെ. പിന്നെ അതിപ്പം ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല എന്നതുപോലെയാണ് സിനിമ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത്രയാണ്. ഇപ്പോൾ കണ്ണൂർ സ്കോഡിൽ ആ ക്യാരക്ടറിനെ കുറിച്ചും ആ വില്ലൻ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒന്നൊന്ന്
പിടിവിട്ടു പോയാൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. എന്നാൽ ദീപക് വളരെയധികം കൈയടക്കത്തോടെ പെർഫോം ചെയ്തു. ഇതുപോലെ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ ആ ക്യാരക്ടറിന് ആവശ്യമുള്ള രീതിയിൽ പെർഫോം ചെയ്തു. അപ്പം ഇത്രയും വലിയൊരു കാസ്റ്റ് ഉണ്ടാവുമ്പോൾ ദീപക് എങ്ങനെയാണ്, കാരണം ഒരു ത്രില്ലർ പടമാണ്, പോലീസ് ഡ്രാമയാണ്, അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ വില്ലൻ കഥാപാത്രമൊക്കെ വരുമ്പോൾ അതിനെങ്ങനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുമോ, അതെങ്ങനെയാണ് അത്തരം ക്യാരക്ടേഴ്സൊക്കെ മനസ്സിലെന്തെങ്കിലും ഒരു ആലോചനകളോ ചിന്തകളോ? അല്ല, അതിപ്പോ അങ്ങനെ ചിന്തിച്ച് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇല്ല. ഞാനിപ്പോ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇത് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഡയറക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഹെവനിലൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. അപ്പം ഞാൻ വായിച്ച സമയത്ത് ആ കുട്ടീനെ കിച്ചൺ ബാത്റൂം സൈഡിൽ കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ഞാനിത് വായിച്ചിട്ട് ഞാൻ നേരെ ഉണ്ണീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രസമുണ്ടോ, അങ്ങനെ അപ്പോൾ പറഞ്ഞാൽ അത് മതി, അങ്ങനെ പിടിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെ പിന്നെ അത് വർക്കായിക്കോളും. പിന്നെ നമുക്ക് ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലാണ് നമുക്കിത് എങ്ങനെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരിക. ഇപ്പം നമ്മൾ റോബി ഇപ്പം നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഒരു വലിയ പടത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറിന്റെ എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇട്ട് ഞാനത് അങ്ങനെ പെർഫോം ചെയ്യുന്നു കണ്ടിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു ചാലഞ്ച് തന്ന് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതുമുഖമായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ദീപക് എന്നൊരു ആക്ടറിന് കൂടുതൽ ചാലഞ്ചസ് എന്ന് പ്രതിസന്ധിയിലായ, എന്നാൽ ആ പ്രതിസന്ധിയിലൂടെ ഒരു ആക്ടിങ്ങിന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച അത്തരം ചാലഞ്ചസ് എന്ന സംവിധായകൻ ആരാണെന്ന് പറയുകയാണെങ്കിൽ ആരായിരിക്കും? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ആദ്യ സമയത്തൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുക ഒരു മാനസികാവസ്ഥയായിരുന്നു. കാരണം ഈ ഡയലോഗ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ ഡയലോഗ് പറഞ്ഞ് തീർന്ന് ഫ്രെയിം ഔട്ട് ആവുക എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് നമ്മൾ ഈ ഡയലോഗിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഇങ്ങനെ ചെയ്ത രസം ഉണ്ടാവുന്നതൊക്കെ നമ്മള് അത് കുറെ കാലം ഒരേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവാന്നുള്ളത്. കാരണം മലർവാടി അഭിനയിച്ചപ്പോൾ തന്നെ എന്റെ ഫസ്റ്റ് ഡയലോഗ് ഞാൻ അത്രയും സ്പീഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നിന്നെ നീ കാണാൻ വേണ്ട കള്ളപ്പം നിന്റെ ഒറ്റ ഇതേ സ്പീഡിലാണ് ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഡബ് ചെയ്യാൻ വിനീതേട്ടൻ സെറ്റ് ചെയ്ത സമയത്ത് ഇത് ബാക്കി 10-20 പേര് നമ്മളെ ഓഡീഷനിലൊക്കെ വന്ന ആൾക്കാരുണ്ട്, ബാക്കി ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ വെച്ചിട്ട് ഡബ് ചെയ്യാൻ വേണ്ടി നോക്കി, ആരെ വെച്ചിട്ട് ഈ സ്പീഡ് പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഈ ഡയലോഗ് അത്രയും പെട്ടെന്ന്. കാരണം ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ ആയില്ല. ഫസ്റ്റ് ടേക്ക് എടുത്ത് ഓക്കെ ആയില്ല. ഞങ്ങൾ എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഒരു ഓട്ടോയിൽ വരുന്ന സീക്വൻസ്, ഞാൻ ജൂഡ് വരുണ് പിന്നെ വേറൊരാളും കൂടി. അപ്പൊ നമ്മൾ 4 പേര് ഓട്ടോ ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് കൂടോത്രം വെക്കുന്ന സീക്വൻസ് കാണുന്നത്. ഫസ്റ്റ് ടേക്ക് റീടേക്ക് വന്ന സമയത്ത് ജൂഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ റോൾ ചെയ്യുന്നതിന് പൈസയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ടെൻഷനായി. പിറ്റത്തെ ടേക്കും തെറ്റിയപ്പോൾ വിനീതേട്ടൻ പറയണം, നീ നിന്നെ കാണുമൊന്നുമില്ല, നീ കുഴപ്പമൊന്നുമില്ല, നീ ഡയലോഗ് തെറ്റിയാലും പറഞ്ഞിട്ടങ്ങ് ഇറങ്ങി പൊയ്ക്കോന്ന് പറഞ്ഞു. ഓട്ടോ ഇറങ്ങി നേരെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് പോകുന്ന. പിന്നെയാണ് മൂന്നാമത്തെ ടേക്കാണ് ഓക്കെ, 4-ാമത്തെ ടേക്കാണ് ഓക്കെ ആയത്. അപ്പൊ എനിക്ക് ഈ ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർത്തിട്ട് പോകണം എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ ഇതിലിങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അഭിനയിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് പിന്നെ ഇനിയൊരു ചീത്തൊന്നും കേൾക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്നവരാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ള സിനിമകൾ തട്ടത്തിൻ മറയത്തൊക്കെ ആണെങ്കിലും, തട്ടത്തിൻ മറയത്തിൽ ആ ഡയലോഗ് ഭയങ്കര സഖാവിന്റെ ഡയലോഗ് ഭയങ്കര ഹിറ്റായില്ലേ? അത് ഹിറ്റായി. അത് ഞാൻ ആ സമയത്ത് സ്പീഡൊക്കെ കറക്റ്റ് ആയിരുന്നു. സ്പീഡ് അതായത് എനിക്ക് അതിന് മുന്നേ ഡയലോഗ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിനീതേട്ടന്റെ വീട്ടില് ഷൂട്ടിന് കുറച്ച് ദിവസം മുന്നേ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് റീഡിങ് പോലത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഒരു ഒരു ദിവസം. അപ്പൊ ഞാൻ പോയ സമയത്ത് എനിക്ക് അവിടെ ഇവിടെ ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നപ്പോൾ എന്റെ പേര് മനോജ്, ഇങ്ങനെ ഫുള്ള് നോക്കി, മനോജ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ അടുത്ത് വിനീതേട്ടനും നിവിനൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അതിലൊരു സീക്വൻസ് ഉണ്ട്, അത് വർക്കായി തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കാവുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ
നമ്മൾ അന്ന് വിചാരിക്കുന്ന വെച്ചാൽ ഇതിൽ കുറച്ചും കൂടെ സീനുകൾ ഉണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഞാൻ കുറേ ആദ്യം ഫുള്ള് മറിച്ച് നോക്കിയപ്പോൾ മനോജിന് ഇവിടെ ഉണ്ട് എന്നിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് ഓക്കെ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ ഡയലോഗ് മൊത്തം ഒരു പേപ്പറിൽ എഴുതിയെടുത്തു. എന്നിട്ട് ഇത് വീട്ടിൽ പോയിട്ട് പഠിക്കലാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കും, പഠിക്കും. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 5-6 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് പഠിച്ചൊക്കെ ഞാൻ മറന്നുപോയി ഷൂട്ട് എടുക്കുന്ന സമയത്ത്. അത് സെയിം ടെൻഷൻ, ഈ പറയുന്ന പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പാർട്ടി ഓഫീസ് സീക്വൻസിന്റെ തൊട്ട് മുന്നേ ഇതേപോലെ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ബാത്റൂം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു. അപ്പൊ പാർട്ടി ഓഫീസ് സീക്വൻസ് എടുത്തപ്പോ ഫസ്റ്റ് ഇതെടുത്തപ്പം സെറ്റായില്ല. അപ്പം സെറ്റായില്ല. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, നീ പിന്നെ കുറച്ച് ഇൻപുട്ട് തന്നെ, ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഇത് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി ഓക്കെ ആണെന്ന് ചോദിച്ചു. ടേക്ക് പോകണല്ലോ റിഹേഴ്സൽ, ഞാൻ ടേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ ആ ടേക്ക് പോയപ്പോഴാണ് ആ സാധനം അത് തിയേറ്ററിൽ അവിടെ ഉണ്ടായവരും കൈയടിച്ചിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ എത്തിയപ്പോഴും കൈയടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്യാരക്ടറിന് ഇമ്പാക്ട് എത്രത്തോളം സ്ക്രീനിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് എന്റെ സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയലോഗ് എത്ര ഉണ്ടെന്ന് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പോഴും ആ ക്യാരക്ടർ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോഴും ഷോർട്സ് വരുന്നുണ്ട്. അപ്പൊ അന്നേ ആ ഒരു ഒറ്റ സിനിമയിൽ ആ ഡയലോഗ് കൊണ്ടാണ് എന്നെ ഇപ്പോഴും ഇത്രയും കാലം സിനിമയിൽ നിലനിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഡയലോഗ് ഡെലിവറിയുടെ അത് കണ്ടപ്പോൾ ഇന്നലെ ഞാൻ അതൊന്നും കൂടെ എടുത്ത് നോക്കി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഡയലോഗ് ഡെലിവറിയിൽ ആ മിതത്വം, ആ ഒരു ശൈലി, അത് ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടത് ആ ശൈലി ഡെവലപ്പ് ചെയ്തെടുത്താണോ അതോ ഈ എക്സ്പീരിയൻസിലൂടെ അത് മലർവാടിയിലൊക്കെ ഉറപ്പായിട്ടും വിനീതേട്ടൻ എന്നുള്ള നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. നമുക്കൊരു മലർവാടിയുടെ തൊട്ട് മുന്നേ ഒരു 3 ദിവസം ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു YMCയിൽ. അത് ഞാൻ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ സിനിമയെ കുറിച്ച് അന്നൊക്കെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് വരുന്ന സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇന്റർനാഷണൽ സിനിമകളോ. ഇപ്പോഴാണ് കുറച്ചൊക്കെ അന്ന് മറ്റേ സ്പൈഡർമാനൊക്കെ അങ്ങനത്തെ സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം വൈകുന്നേരം 4 മണിക്ക് വരുന്ന സിനിമ, പിന്നെ DD മെട്രോയിൽ വരുന്ന സിനിമകൾ, പിന്നെ രാത്രി 9:30-ക്കുള്ള ഹിന്ദി സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ല തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സിനിമകൾ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഈ 3 ദിവസത്തെ ഈ ഒരു ക്യാമ്പിലാണ് എങ്ങനെയാണ് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ തന്നെ പെർഫോം ചെയ്യാന്നുള്ളൊരു രീതിയായിരുന്നു. ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഇങ്ങനെ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാടകം +10ാം ക്ലാസ് പഠിക്കുന്ന, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായ നാടകങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ചെയ്ത. അപ്പൊ ആ ഒരു 3 ദിവസത്തെ ക്യാമ്പ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ചൊരു സ്റ്റേജ് ഫിയർ മാറ്റാനും അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ മലർവാടി കഴിഞ്ഞ് തട്ടത്തിൻ മറയത്തിന്റെ ഷൂട്ടിന്റെ സമയത്തൊക്കെ വിനീതേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് പിന്നെയുള്ള സിനിമകൾ ഹെൽപ്പ് ചെയ്ത്. തിരയുടെ സമയത്ത് കുറച്ച് ഹിന്ദി ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് ദിവ്യ ചേച്ചിയാണ് അത് കറക്റ്റ്, അത് അങ്ങനെയല്ലടാ പറയേണ്ടത്, ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്മള് വീട്ടിലൊക്കെ പോയിട്ട് ചപ്പട്ട് പാടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ട്. അപ്പൊ അത് ഇടയ്ക്ക് കളിയാക്കിയിട്ടാണ് അത് ശരിയായത്. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ ഡയലോഗ് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങലാണോ ആക്ടിങ് റിയാക്ടിങ്? അപ്പം ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തിയ ഏതെങ്കിലും ഒരു കോആക്ടർ ഉണ്ടായിരുന്നോ ഈ ഡയലോഗ് ഡെലിവറി സമയത്ത്? ഇപ്പം അതിപ്പോൾ ഡയലോഗ് തന്നെ പറയണമെന്നില്ല, അയാളുടെ ഒരു നോട്ടോ ചിലപ്പോൾ നിശബ്ദതയോ അത് തന്നെ മതി, നമ്മളൊന്ന് ഇത് കൊള്ളാലോ എന്നുള്ളൊരു സംഭവം നമുക്കും കൂടെ ആ ഡയലോഗ് പറയാൻ കട്ടയ്ക്ക് അങ്ങനെ തന്ന ഏതെങ്കിലും ഒരു കോആക്ടർ അങ്ങനെ പറയണമെങ്കിൽ? ഞാൻ ചില സമയത്തൊക്കെ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റേ മറന്നു പോകും. കാരണം ക്യാമറ കോൺഷ്യസ് അല്ല എന്നല്ല, ഇത് ചില സമയത്ത് ഇത് കഴിഞ്ഞില്ലേ, അതായത് ആ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിച്ചു ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. അതായത് അല്ല, ഞാൻ ഉദ്ദേശിച്ച കോആക്ടറിന്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് കട്ടക്ക് നിക്കണം എന്ന് തോന്നിയ ആ ഒരു സംഭവം ഞാൻ അതായത് മമ്മൂക്കയുടെ കൂടെ മറ്റേ ഗ്രേറ്റ് ഫാദറിൽ ഓപ്പോസിറ്റ് തന്നെ, അല്ല ഗ്രേറ്റ് ഫാദറിൽ ഉള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഈ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എന്താടാ ഡേവിഡ് നീ പോലീസിന്റെ പണിയെടുക്കാണ് നേരിട്ട് പറഞ്ഞിട്ട് ആ ഡയലോഗ്. അപ്പൊ ഞാനിങ്ങനെ വായിച്ചപ്പോ ഇതിന് എന്താടാ ഡേവിഡ് എന്നൊക്കെ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്തത് മമ്മൂക്ക ഇല്ലാണ്ട് വേറൊരാളുടെ കൈയും ഇതൊക്കെ വെച്ചിട്ട് എന്റെ ക്ലോസ് ആണ് എടുത്തത്. അപ്പൊ എനിക്ക് പിന്നെ കുഴപ്പമില്ല, മുഖത്ത് നോക്കിയിട്ടൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താണ് ഡേവിഡ് എന്നൊക്കെ പറഞ്ഞ കലിപ്പിലൊക്കെ പറഞ്ഞു. പിന്നെ ഇത് മമ്മൂക്ക വന്നിട്ട് 2 ഷോട്ട് എടുക്കണമായിരുന്നു.
അപ്പം ഞാനൊരു ടെൻഷൻ, നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷെ മുഖത്ത് ഞാൻ ടെൻഷനേ കാണിച്ചിട്ടില്ല. അപ്പോൾ ഷോട്ട് എടുത്തിട്ട് ഞാൻ കണ്ടപ്പോൾ ഈ അവിടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജീപ്പിൽ ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്, അതായത് ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിട്ട്. അതാ ഷോട്ട്, അത് കംപ്ലീറ്റ്, അതിപ്പോ ആ മൊത്തം സീക്വൻസ് ആ ഒറ്റ ഷോട്ട് പോയിട്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ബാക്കി ക്ലോസും ഇങ്ങനെ ആവശ്യമില്ല, രണ്ടും തട്ടല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ചിലതൊക്കെ നമുക്ക് അറിയാതെ സംഭവിച്ച് ചിലപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് കൊളാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായി നമുക്കിത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്യൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സീക്വൻസുകളൊക്കെ കറക്റ്റായിട്ട് താമർ ഇത് ചെയ്ത് ഞാൻ പറയണം ഇത് ഇങ്ങനെ ചെയ്ത് അടിപൊളി അന്ന് അങ്ങനെ ചെയ്ത് നോക്കി ബ്രോ. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം രാത്രി ഞങ്ങൾ ഒരു സീക്വൻസ് ഉണ്ട്, അതായത് ദിവ്യപ്രഭ ടേബിളിലിരുന്ന് ഭക്ഷണം ഇങ്ങനെ ഇതായിട്ട് കഴിക്കുന്ന സമയത്ത് വന്നിട്ട് അബോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നത്, അങ്ങനെ എന്തൊരു സംഭവം ഫുഡ് എടുത്ത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇത് ട്രാക്കിങ്ങിന് മുന്തി അവിടെ ഒരു എത്തി. അപ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗ് പറഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി ശരിയാവുന്നില്ല, വൺ മോർ. അല്ലെങ്കിൽ ഇതിപ്പം ഭയങ്കര പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി അല്ലാത്ത ഡയറക്ടറോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എടാ മര്യാദയ്ക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചൂടായിരുന്നു. പക്ഷെ ഇതെനിക്ക് തന്നെ തോന്നി ശരിയാവുന്നില്ല എന്ന്. അപ്പം ഞാൻ തന്നെ വൺ മോർന്ന് അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഡയലോഗ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചെയ്യണമെന്നെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എടുത്തു, ഒരു 3-4 പ്രാവശ്യം എടുത്തു. 3 മണിക്കാണ്. അപ്പം ക്യാമറ ട്രോൾ ചെയ്യുന്നത് പുള്ളി, ഇതിപ്പോ ഇത് അവിടെ വരെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോ ഞാൻ പറഞ്ഞത് എത്തിച്ച് ഇത് ഡയലോഗ് പറഞ്ഞാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോ താമര മതി ബ്രോ, പതുക്കെ പറഞ്ഞാൽ മതി, സമയമുണ്ട്, ഇത് കിട്ടിയിട്ടേ പോണ്ടു. അപ്പോ അതായത് അങ്ങനെ ചിലപ്പം ചെയ്ത് ചിലപ്പം നന്നാവും. ഇതൊന്നും നമ്മൾ പുറത്തിരിക്കും ഈ പറയുന്ന പോലെ സിനിമ എത്തുമ്പോൾ നമ്മൾ ഭയങ്കര കിടിലായിട്ട് അഭിനയിച്ചു എന്ന് തോന്നുന്നത് നമ്മളെ മാത്രം കഴിവുകൊണ്ടല്ലേ, ഇവരൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ സെറ്റിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പേടി ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടോ? ഒരേ പേടി തന്നെ ഇപ്പം ഹോണ്ട് ചെയ്യാറുണ്ട്. ഇവരെപ്പോ പൈസ കംപ്ലീറ്റ് തരില്ല എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ഇത്ര പൈസ തരും, ബാക്കി എപ്പ തരൂല്ലേ, പറ്റിക്കുവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. അല്ല അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞപ്പോ MCA ഒക്കെ പഠിച്ചാണല്ലോ, അപ്പോൾ നല്ലൊരു ജോലിയിലേക്ക് പോവായിരുന്നു, നല്ലൊരു ജോലി സെക്യൂർ സേഫ് ആയിട്ടുള്ള സെക്യൂർ ജോബിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സിനിമ വളരെയധികം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണല്ലോ. സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നമ്മളൊരു ഒരു നോർമൽ ഒരു അവസ്ഥയിൽ നിന്ന് തുടങ്ങി ആദ്യമൊക്കെ സിനിമ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മൾ ഭയങ്കര ആഗ്രഹം പരിപാടി, പിന്നെ അത് കുറച്ചു കാലം അതിങ്ങനെ പോവും. ചില സമയത്ത് ചില വർക്കൗട്ടൊക്കെ ആയി ചില സിനിമകൾ ഓടും, കുറച്ച് ആൾക്കാർ അറിയും, പിന്നെ അടുത്ത സിനിമയിൽ കുറച്ച് പൈസ കിട്ടും, അങ്ങനെ കുറച്ചു കാലം പോവും. പിന്നെ കുറേ കാലം പടമൊന്നും ഉണ്ടല്ലോ, നേരെ താഴെ പോവും. അപ്പം നമ്മൾ വിചാരിക്കും പണ്ടാരം വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് എന്താ ചെയ്യുക പൈസയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പടം കിട്ടും, അത് കുഴപ്പമുണ്ടാവില്ല, പിന്നെ കുറച്ച് കാലം പോകും, പിന്നെ കുറച്ച് കാലം വീണ്ടും അതേപോലെ താഴേക്ക് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര സ്റ്റഡി ആയിട്ടുള്ള കണ്ടിന്യൂസ് സിനിമകൾ ചെയ്ത് വർക്ക്, എല്ലാ സിനിമകളും വർക്കായി ഒരു ലെവലിലെത്തി ഒരു സ്റ്റാറായി അങ്ങനെ പോവാണെന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പം സാധാരണ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചില സിനിമയിൽ 4-5 ആക്ടേഴ്സ് വന്നിട്ട് അവർ എത്രത്തോളം ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ എല്ലാവരും സ്ട്രഗ്ലിംഗ് ഫേസിലായിരിക്കും. വീട്ടിൽ പൈസ ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഞാനിപ്പം ഒരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തെയ്യം ബേസ്ഡ് തട്ടുംപള്ളട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ സെറ്റായതാണ്. അപ്പോൾ അത് ഈ ഏപ്രിൽ ആ സമയത്തൊക്കെയാണ് നടക്കേണ്ടിയിരുന്നത്. അപ്പം അതിന് മുന്നേ വരവ് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ വേറെ പടമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പടമുണ്ട്, പിന്നെ അതിന് വേണ്ടി ഒരു വെബ് സീരീസ് ചെയ്തു. അങ്ങനെ വലിയ വർക്കൗട്ടൊന്നും ആയിട്ടില്ല, സീല് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അതായത് ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് അതിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കോളുകളോ അല്ലെങ്കിൽ വേറെ സിനിമകളോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് നമുക്ക് എത്രത്തോളം വർക്കൗട്ട് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കണ്ടിട്ട് 4 ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ടർക്ക് ഒരു ഗുണമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് വർക്കൗട്ട് ആയിട്ടില്ല എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഈ തെയ്യം ഈ പടം ചെയ്യാൻ അതിന് കുറച്ച് പ്രാക്ടീസ് പരിപാടിയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കളരി അങ്ങനെയൊക്കെ ആയിട്ട് നാട്ടിലൊരു കുറച്ച് 2-3 മാസം അങ്ങനെ കണ്ണൂരിൽ തന്നെ നിന്നു. പിന്നെ ഇപ്പോൾ യുദ്ധം വന്ന് അപ്പോൾ അവർ ഇൻവെസ്റ്റേഴ്സൊക്കെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് പടം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ
കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് വർക്കൗട്ടായി നിൽക്കുന്ന ഒരു ആക്ടർ ആണെങ്കിൽ അവർക്ക് വേറെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് അന്വേഷിക്കാനും കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നടക്കില്ല. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ കുറച്ചു കാലം പിന്നെ വീട്ടിൽ തന്നെയായി. കുറേ കാലം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അതായത് നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു അവസ്ഥയുണ്ട്. നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പല പല അവസ്ഥകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇത് സിനിമയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഈ പറയുന്ന പോലെ ഇതൊക്കെ മാറും, അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത് എനിക്ക് ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം തുടങ്ങിയ സിനിമ എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള സിനിമ എങ്ങനെയാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നല്ല സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെല്ലാ ഇപ്പം ഞാൻ പറഞ്ഞ MCA അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് പൈസ ചിലപ്പോൾ കിട്ടിയാലും നമ്മൾ വെറുതെ കുറച്ചു കാലം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗൺ ആയി പോകും. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് പൈസ മാത്രമല്ലല്ലോ, പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി പിന്നെ നമ്മളൊരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഏജിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പിന്നെ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ മാറുന്ന ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ടെൻഷനായി പോകും. അപ്പൊ അങ്ങനെ കുറച്ചു കാലം നിന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഇപ്പൊ ഞാൻ പിന്നെ സിനിമയെ വിട്ടുപോയി. ആരെങ്കിലൊക്കെ നാട്ടിലൊന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ സിനിമ എന്നുള്ളൊരു അങ്ങനെയൊക്കെ ചിന്ത വന്നു. അപ്പം പിന്നെ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ചില സമയത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും, ചില സമയത്ത് അതങ്ങനെ നല്ല വിഷമം വരും. അപ്പൊ നന്നായിട്ട് വിഷമിക്കുക. ഈ പൈസ നമ്മുടെ പ്രശ്നം വരുമ്പോൾ, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഫ്രീസായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇല്ല, പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സുഹൃത്തുക്കളുണ്ട്, പരിചയമുള്ള ആൾക്കാരുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസം. ആ ഒരു അച്ഛൻ പണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും പഠിച്ചിട്ട് ജോലി ചെയ്യാൻ, സിനിമയിലൊന്നും പോകുന്ന എല്ലാ മക്കളോടും പറയുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാക്കി തരുന്നതാണ്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അത് എന്റെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ഇതിൽ നിൽക്കുന്നത്. നമ്മൾ ഈ സക്സസ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സിനിമകൾ ഹിറ്റാവുന്നു, ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് അപ്രിസിയേഷൻ വരുന്നു, ഈ സക്സസ് കോൺഫിഡൻസ് ആണോ വരുന്നത്, അതോ കൂടുതൽ നമ്മൾ കോഷ്യസ് ആക്കിയാണോ ചെയ്യുന്നത്? കോൺഫിഡൻസ് തന്നെയാണ് ഉറപ്പായിട്ടും. സക്സസ് ഇല്ലെങ്കിൽ നമുക്ക് തീരെ കോൺഫിഡൻസ്. ഇപ്പം നമ്മളൊരു സിനിമ ചെയ്ത് അത് വർക്കായില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലീഡ് സിനിമ ചെയ്ത് വർക്കായില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നീട് സിനിമകൾ ചെയ്യുന്ന സമയത്തും ഇത് വർക്കാവോ, ഇത് ചെയ്താലാണോ വർക്കാവുക എന്നൊക്കെയുള്ള ചിന്ത വരുമായിരിക്കും. ഉറപ്പായിട്ടും സക്സസ് കോൺഫിഡൻസ് ഉറപ്പായിട്ടും തരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. നമ്മളത് ഇപ്പൊ ഒരു അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ആ സക്സസിന്റെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ കാണുന്ന സമയത്ത് അവൻ ചെയ്യുന്നത് ശരിയായിരിക്കും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നന്നാവും. അല്ലെങ്കിൽ ഇപ്പൊ ശരിയല്ലടോ, ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും മാറ്റി എന്നൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ മോശമായിട്ട് വരിക. ഇപ്പം ഇപ്പം ചില ആക്ടേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ വേ ഓഫ് ആക്ടിങ് ആയിട്ട് മാറുമല്ലോ. അത് ഉറപ്പായിട്ട് അവരുടെ സക്സസ് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ സക്സസ് അല്ലാത്തൊരു ആക്ടറും ഈ പറയുന്ന പോലെ അഭിനയിച്ച് കിടില ആക്ടറായിട്ട് നന്നായിട്ട് ഉണ്ട്. പക്ഷെ സക്സസ് ഉറപ്പായിട്ട് അതിൻ്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. കാരണം സക്സസ് ആയ ആൾക്കാരൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അടുത്ത സിനിമയിൽ അത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ ചില ഇഷ്ടപ്പെട്ട ചിരികളൊക്കെ നമ്മൾ അത് വെറുതെ ചിരിച്ചിട്ട് സക്സസ് ചിരി ആയതുകൊണ്ടാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതെ, ദീപക് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഉള്ള മലയാള സിനിമകളുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നത്, അതായത് ക്യാരക്ടർ റോൾസ് ആയിരിക്കും മിക്കപ്പോഴും ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും സിനിമയുടെ ബാക്ക് ബോൺ. അപ്പോൾ ഇപ്പോൾ ഉള്ള സിനിമയിൽ ഈ ഹീറോ സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, ആ ഡിസ്റ്റിങ്ഷൻ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ദീപക്കിന്? അങ്ങനെയില്ല. ഇപ്പം നമ്മളൊരു സിനിമ ഉറപ്പായിട്ടും അതായത് ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ റീൽസിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ആഷിറാണ് അതിൽ ലീഡ് ആക്ടർ. അപ്പം അതിൽ ഇവർ സപ്പോർട്ടിങ് ആക്ടേഴ്സ് കുറേ പേരുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ആൾക്കാർ മെയിനായിട്ട് എടുത്തു പറയുന്നത് ഇപ്പോൾ ആഷിറിൻ്റെയാണ്. അപ്പോൾ അത് അങ്ങനെ ചില ആൾക്കാർക്ക് ചിലൊരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. പല സിനിമയുടെ പല സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പം ഇപ്പം നമ്മൾ വില്ലന് നായകൻ, അതായത്
അതിപ്പോൾ ഓരോ സിനിമയ്ക്കും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇതൊരു വല്ലാത്ത ചോദ്യമായിപ്പോയി. സ്വഭാവം അനുസരിച്ചിട്ടാണ്. ഇപ്പം മഞ്ഞുമ്മലിലാണെങ്കിൽ ഇപ്പം 11 ആൾക്കാരിൽ ആരാണ് ഹീറോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അത് മൊത്തത്തിൽ കഥയാണ് ആക്ച്വലി ബേസിക്കലി അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നീ ഇറങ്ങുന്ന നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന പറയുന്നത് തിയേറ്ററിൽ ഭയങ്കര കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൗബിക്ക് പറയുന്നത് അങ്ങനെ എല്ലാ ഇപ്പം വിളിക്കുന്ന സമയത്ത് അവൻ വിളി കേൾക്കുന്ന സമയത്ത് കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബേസിക്കലി സിനിമയ്ക്കാണ് ആൾക്കാർ ഇപ്പം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം അല്ലെങ്കിൽ പറയുന്ന സൂപ്പർ സ്റ്റാർ പടങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ആ സീക്വൻസ് എങ്ങനെ വർക്കായി അനുസരിച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ മഞ്ഞുമേല ക്യാരക്ടറിൽ തന്നെ വലിയൊരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കിടക്കുമ്പോൾ. ദീപക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നൊരു വിഷമവും ആ ക്യാരക്ടറോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന അതിന് മുന്നേ വരെ വളരെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ആ സിനിമയെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസിലും നിങ്ങളുടെ ആ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് വെച്ചാൽ ഒരേ ഏരിയയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാവരും ഞങ്ങളൊരു ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ചുറ്റിരുന്നു. അങ്ങനെയൊക്കെയാണ് ഭക്ഷണം ആ ഷൂട്ടിന്റെ സമയത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പം എനിക്ക് ആ ഗുഹേൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സെറ്റിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈറ്റപ്പും ആ ഒരു ഏരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ കുഴിയിലാരോ നമ്മളെ പരിചയമുണ്ടാരോ വീട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു മാനസികാവസ്ഥയിലെത്തും. കുറേ സമയം അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് ഒരു മാനസികാവസ്ഥയിൽ ഷൂട്ടിന്റെ സമയത്തും എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ കുറേ സമയം നിൽക്കേണ്ടി വന്നാലൊരു അവസ്ഥ എന്നുള്ളൊരു സാധനം. കാരണം അങ്ങനെ ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള സെറ്റായിരുന്നു. പിന്നെ അതിന്റെ ലൈറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു ലൈറ്റപ്പാണ്. പിന്നെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ പറയുന്ന പോലെ ബാക്കി ടെക്നീഷ്യൻസും ഡയറക്ടറിന്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പം ഒരു ഡയറക്ടർക്ക് അത് എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു അത്രത്തോളം നന്നാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടുമായിരിക്കാം. കാരണം എൻ്റെ അടുത്ത് ചിതു പറഞ്ഞിട്ടുള്ളത് ഭയങ്കര വൃത്തിക്കാരൻ അങ്ങനെയുള്ള പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സോങ്ങില് ജീപ്പ് വന്നിറങ്ങിയിട്ട് കുട്ടൻ ക്യാരക്ടർ ഛർദിച്ച് ഒരു സൈഡ്. അപ്പൊ ഞാൻ ഡോർ ഇങ്ങനെ ആദ്യം ഞങ്ങൾ 11 ആൾക്കാർ ഇത് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഞാനിരുന്ന് ഇപ്പുറത്തെ സൈഡായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആ ഷോട്ട് ഓക്കെ ആയില്ല. പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞിരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോഴാണ് ഈ ഡോർ അടയ്ക്കുമ്പോൾ ആക്ച്വലി ആ ഛർദി എൻ്റെ കയ്യിൽ തട്ടിയത്. അപ്പോൾ കറക്റ്റ് ഈ ക്യാരക്ടർ നോർമലി സ്വാഭാവികമായിട്ട് ആരും ചെയ്യും. അപ്പോൾ ആ ഒരു ചെറിയൊരു സോങ്ങിൻ്റെ ഇടയിൽ അപ്പം നമ്മൾ അറിയാതെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തരുന്ന ഇൻപുട്ടിൽ സംഭവിക്കും. പിന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോണ്ടാവുന്നൊരു ഫീൽ, അതൊക്കെ ആ സിനിമയെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സെറ്റപ്പിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അറിയാതെ ചില സാധനങ്ങളൊക്കെ വന്നു പോകും. ഇപ്പോൾ ഈ സപ്പോർട്ടിങ് റോള് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്, അതായത് ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അത് ദീപക് എന്നുള്ളൊരു ആക്ടറിൻ്റെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ടാണോ തോന്നുന്നത്, അതോ ദീപകിനെ ഏതെങ്കിലും തരത്തിൽ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഞാൻ ലീഡ് ചെയ്ത പടങ്ങളൊന്നും അങ്ങനെ തിയേറ്ററിൽ സക്സസ് ആയിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ലീഡ് ചെയ്ത പടം തിയേറ്ററിൽ ഓടി സക്സസ് ആവണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. ക്യാരക്ടർ റോളുകൾ ചെയ്താൽ അത് വർക്കൗട്ട് ആയാലും മതി. പക്ഷേ ഈ പറയുന്ന ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നമ്മളത് ആഗ്രഹം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ പലപ്പോഴും ദീപകിൻ്റെ പല സിനിമകളുടെയും പെർഫോമൻസ് കാണുമ്പോൾ, പ്രത്യേകിച്ച് പൊന്മാൻ, സർക്കിട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ഈ പെർഫോമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി റെക്കഗ്നീഷൻ അത് റെക്കഗ്നീഷൻ ദീപക് അത് ഡിസേർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാർക്കും കൂടെ തോന്നിയാൽ എല്ലാവർക്കും കൂടെ തോന്നണം. അപ്പം എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല. അത് പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിക്കോളും. നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കുറെ കഴിയുമ്പോൾ ആൾക്കാർക്ക്
കുറെ കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇവൻ കുറെ ആയാലും കഷ്ടപ്പെടുന്നെന്ന് തോന്നിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊള്ളാവുന്ന ആൾക്കാർ പറയും. അല്ല, അതിനുള്ള റോളുകളും സിനിമകളും വന്നാൽ അങ്ങനെ സംഭവിക്കും. ശരിക്കും ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞൊരു ഒരു പടം ചെയ്ത് കഴിഞ്ഞ ഹസ്ബൻഡ് കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ഫെസ്റ്റിവലിനായി കഴിഞ്ഞിട്ട് കോട്ടയത്തൊരു ഫെസ്റ്റിവലിന് പോയ സമയത്ത് ഡോക്ടർ ബിജു അത് കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊരു സ്പെഷ്യൽ ജൂറി മെൻഷനോ അങ്ങനെ എന്തോ തരണം ഉണ്ടായിരുന്നു, പക്ഷെ അത് അന്ന് വേറെ പുള്ളിക്കാണ് പിന്നെ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നൂടായിരുന്നു. അല്ല, അതിപ്പം നമുക്ക് പുള്ളി പറഞ്ഞു നിനക്ക് സമയമുണ്ടല്ലോ, സമയം ഉണ്ടാവും, കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂർ കണ്ടായിരുന്നേ അപർണ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ടാഗ് ചെയ്തിരിക്കുന്ന അപർണയും വിനീത് ശ്രീനിവാസനെയാണ്. അപ്പോൾ അപർണ ഹോം ടൂറിൽ പറയുന്നുണ്ട്, വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹസ്ബൻഡാണ്. അതായത് ഞാൻ ഇന്നത് ചെയ്യണമെന്നും ദീപക് അങ്ങനെ ആവശ്യപ്പെടാറില്ല, കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണെന്നുള്ളത്. എനിക്ക് പലപ്പോഴും നിങ്ങളുടെ കെമിസ്ട്രി കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഈ സോക്കാൾഡ് ഈ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ടാഗൊന്നുമല്ല, നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ടാണ്. അല്ല, അങ്ങനെ നമ്മളിപ്പോ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളത് ചിലപ്പോൾ നമ്മളത് അങ്ങനെ ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവും. അല്ലെങ്കിൽ പറയുന്ന പോലെ അങ്ങനെ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ സോക്കോൾഡ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ ഞാൻ സോക്കോൾഡ് ഭർത്താവാണ് പുറത്ത് കാണിക്കരുത്. ചിലപ്പോൾ പുറത്ത് കാണിക്കുമ്പോൾ ഒരു പ്രശ്നമാകും. അപ്പൊ അത് പുറത്ത് കാണിക്കാതെ എങ്ങനെയെങ്കിലും അടക്കി പിടിക്കാനുള്ള ശ്രമമാണ് ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ സംവിധാനത്തിലുണ്ട്. സംവിധാനം ചെയ്യാൻ, തിരക്കഥ എഴുതാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല. ഇപ്പൊ ഞാൻ തിരക്കഥ എഴുതാനോ സംവിധാനം ചെയ്യാനോ, തിരക്കഥ എഴുതാൻ എങ്ങനെയാലും പറ്റൂല. കുറെ കണ്ടുപിടിച്ചിട്ട് സംവിധാനം ചിലപ്പോൾ ട്രൈ ചെയ്താലോ ഒരു പൊട്ടബുദ്ധി തോന്നിട്ട് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. അപ്പൊ അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾക്കൊന്നും. ഏതായാലും ദീപക്, ഭയങ്കര സന്തോഷമുണ്ട്. ദീപകായിട്ട് നമ്മൾ പണ്ടെപ്പോഴോ സംസാരിച്ചതാണ്. നമ്മൾ കോവിഡിന്റെ സമയത്ത് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റിയത്. പിന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്തും നമ്മളൊന്ന് സംസാരിച്ചായിരുന്നു. ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു.